brothers and sisters, I welcome you all to this beautiful marriage service. Today we are blessed with the presence of our new diocesan bishop, His Grace Dr. Joseph R. Evanios Trivedi. He took over his charge 2 days before, and this is the first time Trivedi is here for a wedding service. I take this privilege to welcome our dear Trivedi to Chembu Mahatma Church and to this wedding ceremony. We also have the presence of our diocesan secretary, Reverend Dr. John Joseph, and our previous vicar of Chembu Parish, Reverend Dr. John George, and our Reverend Tom John of Vashi Church, Reverend George John of Mullen Parish, Reverend Shinoy Thomas, Reverend Alan T. Philip, and I welcome all attendants to this beautiful wedding service. Our wedding service has, as you all know, have two parts. The first is engagement part, the second is blessing of the crown. And I know some of you are not familiar with Mahatma service, Mahatma wedding service, and not familiar with the Christian worship also. And there is a booklet is given for you all. A small but meaningful introduction to Mahatma liturgy has been given in that book. This is a very holy worship service which needs your great attention and proper devotion. So I request you all to participate in this worship with all prayers and devotion. May God bless us all. Now the choir will begin the service with a song. പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടിതാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, നിന്നോടുകൂടിയുള്ള ആഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ പരിപൂർത്തിയും ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞുപോകുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളന്മാർ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടികൾ പരിപൂർണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടുകൂടെയും മാഞ്ഞുപോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സരരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റും, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വാനോർ ഭൂവാസികളെയും സന്തോഷിപ്പിച്ച ആനന്ദം മരുളിയ ദേവാ, എന്നേക്കും സ്തോത്രം. കരുണാകരനം മശിഹായേ, തൽ സേവകരായി തിരുമുന്നിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്കാം. രക്ഷക വലങ്കൈ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ പക്ഷമായി നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. മോതിരത്താൽ സഭ മശിഹായിക്കായി വേളിക്കായി തീർന്നാൾ. തൻ തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. പിതൃപുത്ര വിശുദ്ധാത്മാവാം ത്രിയേകൻ വന്യൻ. വാനോ ഭൂവാസികൾ വന്നീച്ചാഘോഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യം ഉണ്ടായിരിക്കുമാറാകട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ ദേശങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നേരമൊക്കെയും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തൻ്റെ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛ പിശാചുക്കളുടെ അടിമയിൽ നിന്നും അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മശിഹാ തമ്പുരാന് തൻ്റെ അടിയാരുടെ മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ഓശോ
وبكل سبال من മനുഷ്യരുടെ സകലവിധ അറിവുകൾക്ക് മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മൂറോൻ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായി ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായി ഇതിനെ കാരുണ്യപൂർവ്വം അവയാൽ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരും ആക്കണമേ. കർത്താവേ, കൃപ ചെയ്തവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാതെ വണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ പ്രകാരത്തിൽ ഇവരെ നീ അലങ്കരിക്കണമേ. ഈ റേന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിക്കുന്ന ഇടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ഇവരെ ആനന്ദപൂർവ്വം അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്നുകൊണ്ട് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. Now the congregation may be please be seated. കന്യാവ്രതവും വെടിപ്പുള്ള ദേഹികളെ തനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കുന്ന സത്യമണവാളനായുള്ളവയെ അന്യോന്യം വിവാഹ നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാരിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും ഇമ്പവുമുള്ള പരിമളം വീശുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്യം ഇവർക്ക് തമ്മിൽ ഉണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യം നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇവർക്ക് ഏറ്റുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. തൻ്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. ബസ്മോദാബോ നമ്മുടെ കർത്താവായ യേശുമശിഹായുടെ വലങ്കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണകളുടെ വാഴ്വും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാക. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരുടെ കൈകളിൽ നിന്ന് എന്ന പോലെ
വന്യപിതാവിന്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും തന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരയേറ്റുകയും ചെയ്യണം. തന്റെ മിശിഹ മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവേ, അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോട് കൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടുക്കമുതുക്കം കൊണ്ട് ഇവർ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിന്റെയും റബേക്കായുടെയും വിവാഹം നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശൂഷാൻ പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്ന പരിഭാഗയിൽ കൂടെ ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടു പോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. വർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷമുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകട്ടെ. സൽപ്രവർത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിലിവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിന് ഒരുങ്ങി വന്നിട്ടുള്ളവരോട് മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ലീബായാൽ ഈ മണവാളനെ മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മർമ്മം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോടെന്നും ഞാനെന്നുള്ള വാഗ്ദത്തം ജനകൻ പക്കൽ നിന്നേ ഭാഗ്യം രാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. ഇതിനാൽ അവനെ വന്നേക്കുന്നേ വിഗ്രഹഭക്തി ചുറ്റേ ചെന്നേ. കഷ്ടം വഞ്ചകനാം ദുഷ്ടനു രക്ഷകനാമീശോയേ സ്തോത്രം. യോഗ്യത തന്നവനൻ ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്റെ ആയുധമെന്നെ ചാർത്തിതാൻ മാംസം രക്തം മോദീരമായി ഇട്ടു തന്നാൻ വേറലിന്മേ മണവാളൻ തൻ സൂര്യനോപ്പം. മണവാട്ടി പകലോടു തുല്യം പരിമള വൃക്ഷത്തോടങ്ങനെ സകലവും തുല്യം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിന് ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ
ദൈവമായ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 30 ഒന്ന് 60 ഒന്ന് 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്ലീബാരാപ്പകൽ നിങ്ങളോടുകൂടെ ഇരുന്ന തിന്മപ്പെട്ടവനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. End of the first part of the service. Now you can also take your seat. Now we have our diocesan secretary, Reverend Dr. John Joseph, is with us. He will give a blessing speech now. Neil and Graffi, right? Graffi, okay. Congratulations on behalf of our beloved Tirumeni and all revered Achins over here, and on behalf of the people gathered over here. I would like to congratulate both of you. Are you happy? You don't look so. Yes? Yes. This is a sacrament, as you know, this is a sacrament, and the simplest definition of sacrament is it's a means of grace, right? So Neil should be a means of grace for Graffi, and Graffi an instrument or a channel for him to receive God's grace. Okay? That's the first thing that you should know. And in this whole ceremony, you have observed one thing, that Bishop has put the wedding ring. And Graffi was so upset because someone else put the ring. Right? Are you happy? No? No problem. Anybody can put. No, only the Achan. Okay. What does that mean? In the Eastern tradition, we have a very powerful theological understanding. Marriage is not a contract between two people. If it is a contract, at any time you can break that contract, right? But this is a covenant relationship. This is a relationship in and through Christ. And the bishop or the Achan or the celebrant represent Christ. So Neil is telling Christ that I'm going to take this lady as my wife. Okay, not to her. And Graffi, on the other hand, is telling to Christ that I'm going to take this man as my husband, and I will remain faithful till the end of my life. Is that clear? Therefore, since it is a relationship in and through Christ, you need to uphold the permanence of the marriage as also the sanctity of the marriage. This is a relationship through Christ. Therefore, it is a sanctified relation, and it is also a permanent relationship. There is somebody in between always. Christ is there. So whatever happens in your part, even when Graffi is not seeing it or understanding it, you may be under the same roof. But whatever happens in your life, somebody who stands in between is observing and seeing all the details. If you are unfaithful in your relationship, even when you try to maintain that relationship, it will never ever happen. Because this is through Christ, and therefore I said, you also have to uphold the sanctity of the marriage. There is somebody who sees every details that is happening. You can hide from your partner, but you can never ever hide it from Christ. So you have to be very, very careful. If something unfaithfulness, if some way of unfaithfulness happens, you see a slow deterioration in your relationship, because the blessing will be taken away from this married relationship. And if you turn to Genesis chapter 2, at the end of that, there are two important things that one has to observe. As you know, marriage is not human invention, it is a divine invention. Therefore, we also need to know the divine ordinances behind the marriage. The first thing that happens, or that comes as a mandate in marriage, is the man has to leave
his parents and then should cleave to his wife. Are you ready? You live in Bahrain or somewhere, right? So it is easy for you. You already left them. It doesn't mean to sever your connection with your parents, but you are disconnecting your relationship as a son. You are no longer a son to your parents anymore, but you are a wife to somebody. So reconnect to your parents as a husband to somebody. So there is a movement, a disconnection, and then a reconnection. You disconnect as a son, your father is looking at me. You disconnect as a son, and then reconnect as a husband. Likewise, you too. Sever, it is not severing your connection. You need to say good, you need to disconnect as a sister to your sister, as a daughter to your parents, but reconnect as a wife to somebody. So what you need to cater is the primary relationship. After this ceremony, your primary relationship is between you both. Every other relationship comes as secondary relationship. None of the relationship should get into your primary relationship. So focus on the primary relationship all through is very, very important. And if leaving is not efficient, there can never ever be cleaving. If cleaving has to be effective, you need to leave and then cleave. Is that clear to you? You know what it means to be cleaving? Yes. It is becoming one in every sense. One aspiration, one goal, one purpose. And what is that one purpose? To praise Him, to glorify His name through your family life. One more thing, and at the close of chapter 2 it says, they both were naked and they were not ashamed. That's the primary purpose of marriage. It is not nakedness. It is not nudity. It is exposing oneself to the other person. In every sense. Now you put a mask. You pretend to be the best in the world. Right, Neil? Yes. After marriage, you take away the mask and you will come as the real person. The same is true with her also. So this is a beautiful relationship where you can vent out, open up. It's something like self-realization, self-actualization. There is somebody who can take me as I am. This is the beauty of marriage. You may have your own limitations, fears and other things. You also have. But there is a person, somebody. So that's why we say it's God's doing. Neil has seen so many good girls around, right? Even in Chembur, there are so many good. You all are from Chembur? No. Okay. There are so many girls, but you said yes to her. I know in Vashi there are a lot of good guys, but you said yes to him. Why? We simply don't know. It's a mystery. Definitely it's a mystery. So it's God's doing. That's why we say marriage is made in heaven and suffered on earth. God can do all those things, but we are suffering. Definitely, it is God's doing. God is bringing you both together. So, Neil and Grafi, finally I would like to ask you and tell you one more thing. Why you both are together? You need to discern very diligently why God is bringing we both together. There is a mission, there is a purpose. And fitting into God's master plan is the most beautiful experience that you can experience through this relationship. There's a master plan behind this. There's a mission behind this. So please pray together, kneel down before God and ask Him, Lord, why are we together? Seek the mission behind the marriage. Then definitely you will enjoy this wedding life all through your life. Once again, on behalf of Tirumeni and all the agents, we wish you a blessed family life. God bless you. Thank you, Acha. As we are about to begin the second part of the service, Neil and Grafi need all of your prayers. Now I request Reverend John George to lead us in prayer. പ്രാർത്ഥിക്കാം. ഭൂമിയിൽ സകല കുടുംബത്തിനും
കാരണഭൂതനായിരിക്കും ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ വിവാഹ ശുശ്രൂഷയിൽ തിരുസാന്നിധ്യം തന്ന് ദൈവമേ നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ലോകത്തിൽ പുതിയൊരു കുടുംബം പിറക്കുവാൻ ദൈവമേ അവിടുത്തേക്ക് മനസ്സായല്ലോ. അതിനായി കർത്താവെ പ്രിയ നെയിലിനെയും ദൈവമേ ഗ്രഫിയെയും തമ്പുരാൻ വിളിച്ച് വേർതിരിച്ച് ഈ പുത്തൻ നിയോഗം നൽകി അവരെ അഭിഷേകം ചെയ്യുന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, അവരുടെ ജീവിതത്തിൽ നീ അവരെ വിശ്വസ്തരെന്ന് എണ്ണിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ദൈവമേ, നീ അവരോട് കാണിക്കുന്നതായ സ്നേഹത്തിനും കരുണയ്ക്കും നിന്റെ വലിയ കരുതലിനുമായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട കർത്താവേ, ഈ വിവാഹ കുദാശയിലൂടെ ദൈവമേ സ്വർഗം നിന്റെ മക്കളുടെ കുടുംബജീവിതത്തിന് പേർ ചാർത്തുന്നതിനാണ് സ്തോത്രം. അതിനായിട്ട് കർത്താവെ, അഭിമന്യ തിരുമേനി അവിടുന്ന് അഭിഷേകം ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന വിശ്വാസവൃന്ദം മുഴുവൻ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ആചാര്യന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ നിന്റെ മക്കൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഒന്നായിത്തീരുന്നത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട കർത്താവെ, നിന്റെ സന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ധന്യമായ ക്രിസ്തീയ ഒരു കുടുംബജീവിതം ആരംഭിപ്പാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. അതിനാവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മ നിറവും സ്വർഗീയ നൽവരങ്ങളും അവിടെ നൽകണമേ. ദൈവമായ കർത്താവെ, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ബന്ധത്തിലേക്കാണല്ലോ നിന്റെ മക്കൾ പ്രവേശിക്കുന്നത്. അതൊരു ഉടമ്പടി ബന്ധമാണല്ലോ. ഉടമ്പടിയുടെ നാഥൻ എല്ലാ ജീവിത അനുഭവങ്ങളിലും വാക്കുമാറാത്തവനായി നിന്റെ മക്കളോട് ചേർന്നിരിക്കാം എന്ന് വാഗ്ദത്തം ചെയ്യുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ആ സ്വർഗീയ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ തമ്പുരാൻ്റെ കരം പിടിച്ചുകൊണ്ട് ദൈവമേ കുടുംബജീവിതത്തിൻ്റെ യാത്ര തുടരുവാൻ ഇന്നു മുതൽ നിന്റെ മക്കളെ ഇവിടുന്ന് സഹായിക്കണമേ. വ്യത്യസ്തങ്ങളായ നിന്മോന്നതങ്ങളായ ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിലാണല്ലോ ഈ ഭൂമിയിൽ കുടുംബം ദൈവമേ നയിക്കപ്പെടേണ്ടത്. ഏതെല്ലാം ജീവിത സാഹചര്യങ്ങളുണ്ടായാലും എല്ലാ ജീവിത സാഹചര്യങ്ങളെയും നിയന്ത്രിക്കുന്ന കർത്താവ് നിന്റെ മക്കളോടൊപ്പമുണ്ട്. ആ ജീവിത നൗകയിലുണ്ട്. ആ തിരിച്ചറിവോടുകൂടി എപ്പോഴും തങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവത്തെ കാണുവാൻ, അറിയുവാൻ, അനുഭവിക്കുവാൻ, ആ ദൈവത്തെ ധ്യാനിക്കുവാൻ ദൈവമേ അനേകർക്ക് ആ ക്രിസ്തുവിനെ അനുഭവവേദ്യമാക്കി കൊടുക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി ജീവിതത്തെ നേരിടുവാനും അഭിമാനികളായി ഈ ദേശത്ത് കർത്താവെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തീയ സാക്ഷ്യം നിർവഹിപ്പാനും നിന്റെ മക്കളെ സഹായിക്കണമേ. അവരുടെ ആഗ്രഹങ്ങളൊക്കെ നീ അറിയുന്നല്ലോ കർത്താവെ. അവരുടെ എല്ലാ സ്വപ്നങ്ങളെയും നീ അറിയുന്നല്ലോ. നിന്റെ സ്വപ്നത്തിനനുസരിച്ച് അവരുടെ ജീവിതത്തെ കെട്ടുപണി ചെയ്തുകൊണ്ട് അവരുടെ സന്തോഷം നിന്നിൽ പൂർണ്ണമായി തീരുവാൻ തമ്പുരാനെ നീ അവരുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ കുദാശയിൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കാട് സ്തോത്രം. നിന്റെ മക്കളെ നീ അഭിഷേകം ചെയ്തതിനാട് സ്തോത്രം. നിന്റെ കൃപയുടെ ധാരാളമായി ഒഴുക്ക് നിന്റെ മക്കൾ നൽകുന്നതിനാട് സ്തോത്രം. ദൈവമേ, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് നിന്റെ മക്കളെ കൈപിടിച്ച് നടത്തണമേ. ദൈവത്തിൻ്റെ സാന്നിധ്യം തുടർന്നും അനുഭവിപ്പാൻ എല്ലാവരും ഇടയാക്കണം. അടിയങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥന ഇവിടുന്ന് കേട്ടതിനാട് സ്തുതി. നിന്റെ മക്കളെ ധാരാളമായിട്ട് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവമുണ്ടായി കേൾക്കണം പിതാവേ. Before we begin the second part of this service, the choir will sing the second song.
റൂഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ചിന്തപ്പെടുമാറാകട്ടെ. ആമീൻ. Now the congregation may please be stand up. ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിനും കഴിഞ്ഞു പോകാത്ത മണവലയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യസന്തോഷങ്ങൾക്ക് ഞങ്ങളെയും നീ ക്ഷണിക്കണമേ. ഞങ്ങളവരോടുകൂടിയും അവരുടെ ഇടയിലും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. Now we are going to pray to God for His blessings upon you. As a mark of receiving God's blessings from above, you sign the cross while I sign the symbol of the cross during the prayer. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ ആദം ഹൗവ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. അബ്രാം സാറ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. ഇസഹക് റഫ്ക എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. യാക്കോബ് റാഹേലെന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. മിസ്രൈനിൽ യൗസേബിനെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. കർത്താവേ, അന്യോന്യമൊന്നായി തീർന്നിരിക്കുന്ന നിന്റെ തടിയാരെ നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവീക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ കർത്തന രാജൻ നിൻ ബലത്തിൽ സന്തോഷിക്കും. ഹാലേലൂയ
ഹല്ലേലൂയ. തവ രക്ഷയിൽ അവനേറ്റം മോദിക്കും. നന്മയിൻ അനുഗ്രഹം മുൻപിടുന്നവനെ നീ ഹല്ലേലൂയ. ഹല്ലേലൂയ. മാന്യമമുടിതൻ ശിരസിൽ ചൂട്ടുന്നു പാറയ്ക്കുമോ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നേരമൊക്കെയും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാപ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭൂവും തൻ്റെ മാലാഖമാർ തൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിന്ന് തനിക്ക് വന്ദനം അണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും ധാരാളമായ തൻ്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തൻ്റെ അടുക്കലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വവാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നവനുമായ തൻ്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തൻ്റെ അടിയാറുടെ കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും തനിക്ക് യോഗ്യമായിരിക്കുന്നു. അതായത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലോടും കൂടെ നിന്നെ മഹത്തീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ച് ഇളകുകയും അവനനീയമായ തൻ്റെ കരുണയുടെയും അപരിമേയമായ തൻ്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന് നിന്റെ കരുണയുടെ നിഴലിൻ കീഴിലും നിന്റെ ദയയുടെ ചിറകിൻ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവർത്തികളിലും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തിലേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാനും ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണങ്ങളുള്ളവരിൽ നിന്ന് അകന്നിരിക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ പാർശ്വത്തിലേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താൻ്റെ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദൂഷിക്കുന്നവരും നിന്റെ ദൈവത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും നീ ആകിയാൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. Congregation may please be seated. ജാതിയൻ പുത്രി നീയേ സുന്ദരി ബഹുസുന്ദരി. തേൻ
വരം പൊഴിക്കുന്നു. സുന്ദരി സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. ഭാഗ്യവാനായ പൗലോസ്ലീഹ എഫെസർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും എൻ്റെ സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ എല്ലാവരും എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. മിശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിന് എന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവും ആകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന പ്രകാരം തന്നെ ഭാര്യമാരും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹായും തൻ്റെ സമയം സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കതയും തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം നിങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ശുദ്ധായ എവൻഗേലിയോൻ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജഡമെടുത്ത് ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ ഇപ്രകാരം സംഭവിച്ചു. ഈശോ തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദ്യയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി. വളരെ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. അവിടെ വച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചും കൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തൻ്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായിട്ട് അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും തൻ്റെ മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരും എന്ന് അരുളി ചെയ്തിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു.
Besmodamo Udabro Udruho hayo kadisho dalhaye dalolam mulmin വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കുമരോ ചൂട്ടിയിടുന്നു. Moran Menschmayau soyach nohem Lechazino yoyem Klilo du kumaro soyem barishem. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കുമരോ ചൂട്ടിയിടുന്നു. നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ, നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിൻ്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കുമരോ ചൂട്ടിയിടുന്നു. Moran Menschmayau soyach nohem Lakal soyoyem Klilo du kumaro soyem barishom.
വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കുമരോ ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി നീ കരയേറ്റിയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹ സത്യത്തിൻ്റെ മണവായ്മ കൊണ്ട് നിങ്ങളുടെ മണവായ്മയെ മുദ്രയിടട്ടെ. മശിഹ തൻ്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലം കൈ നിങ്ങളുടെ മേൽ വന്നാവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിൻ്റെ മാലാഖ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽഗർസായുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ സൂയിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങൾ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും, ഇസഹാക്ക് യാക്കോബിലും, യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നോഹയെയും അവൻ്റെ മക്കളെയും അനുഗ്രഹിച്ച അനുഗ്രഹം നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ. ദൈവം അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച അനുഗ്രഹവും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവൻ്റെ പുത്രനായ യോസെഫിനെ വാഴ്ത്തി നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള വന്യപിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങൾ മേലും വസിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കാൻ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങളും കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിനിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലത്തുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ച ആ മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിലിറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരേറ്റുകയും ചെയ്യണം. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഏതൻ തോട്ടത്തിനുടയോനേ എന്നെ വേൾക്കുവാൻ വന്നവൻ നീ, ഈളം കാറ്റത്തു കൊണ്ടുപോകാ ഉല്ലാസം എനിക്കവിടെയുണ്ട്. കർത്തനെ എന്നെ വേളിക്കായി നീ നിശ്ചയിച്ച മണവാട്ടിയായി ഞാൻ, വിശുദ്ധനാം സത്യമണവാള കരുണ ചെയ്യെന്നിൽ ശരണം നീയേ. കുരിശിനാൽ കൊടുത്തൻ സ്ത്രീധനവും കഷ്ടപ്പാടാൽ സ്വതന്ത്രതയും എൻ മണവറ ഉന്നതത്തിൽ നിൻവകയായി വിളിച്ചെന്നേ നീ. കള്ളന്മാർ
എൻ്റെ സൗന്ദര്യത്തെ കൊള്ള ചെയ്യുവാൻ മോഹിച്ചെതിർത്തു. തിരുസ്നേഹത്താൽ മേദിച്ചവരെ അടിമയിൽ നിന്നും ഞാൻ സ്വതന്ത്രയായി. ദേവാസുതനെ വലങ്കൈ നീട്ടി വാഴ്ത്തിടേണമേ നീ. മണവാളനെയും മണവാട്ടിയെയും ശിരസിൻ മുടിയേയും നീ വാഴ്ത്തുക നാഥ ദമ്പതികളെയും അവരവർ നാമത്തിൽ നീ. വാഴ്ത്തുക ഇവരിൽ ജീവിതകാലം വെളിവിൻ ലോകേ നീ. വാഴ്ത്തിടുക നിന്നടിയാർ വായ്കളിൻ സ്തുതിയെ നാഥ നീ. My dear നീൽ ആൻഡ് ഗ്രഫി, എനിക്ക് വാത്സല്യമുള്ള സഹോദരരെ, നമ്മളെല്ലാവരും ഇന്ന് ദൈവത്തിൻ്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമായ ഒരു വലിയ പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്ന നിങ്ങളോട് നിങ്ങൾ സകല സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരും ആയിരിക്കാൻ ഉറപ്പായി നാം വീണ്ടും നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമാകുന്ന ജീവൻ്റെ മേശയുടെ മുൻപാകെയും സ്ലീബായുടെ മുൻപാകെയും വിശുദ്ധ ഏവൻഗേലിയോൻ്റെ മുൻപാകെയും ഈ യോഗത്തിൻ്റെ മുൻപാകെയും ഹൃദയ വിചാരങ്ങളെ അറിയാത്തവൻ്റെ മുൻപാകെയല്ല, അറിയുന്നവൻ്റെ മുൻപാകെയും അത്രയും നിൽക്കുന്നതെന്ന് നിങ്ങൾ കരുതിക്കൊള്ളുവീൻ. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. സർവശക്തനായ ദൈവം തമ്പുരാൻ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമ്മാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിൻ്റെ മേലും മണവാളൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്നാവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. ആമേൻ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തന് അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏതു വിധത്തിലിരിപ്പാൻ ന്യായമാവുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചുകൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടുമാവുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏതു പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമല്ലോ ആകുന്നു. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഹായ് ഡിയർ നീൽ ആൻഡ് ഗ്രഫി, സർവശക്തനായ ദൈവം തമ്പുരാൻ ഇന്നു മുതൽ നിങ്ങളെ ഭാര്യയും ഭർത്താവുമായി ചേർത്തിരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ക്രിസ്ത്യൻ ഫാമിലി ലൈഫ് ഇറ്റ്സ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ വൊക്കേഷൻ ടു.
അതുകൊണ്ട് ജീവിതം സർവശക്തനായ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പരം ധാരണയുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. You should have a heart of humility that help you to forgive and forgive. That will help you to lead a fruitful family life. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കണം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. നിങ്ങളുടെ പണം, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ടാലൻറ്റ്, നിങ്ങളുടെ സമയം, നിങ്ങളുടെ റിസോഴ്സസ്, യുവർ ടൈം ആൻഡ് യുവർ ടാലൻസ്, ഇത് ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. അതുകൊണ്ട് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സ്റ്റീവേർഡ്സ് ആണെന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം നിങ്ങൾ വേർതിരിച്ച് ദാനധർമ്മത്തിനും സുവിശേഷ വേലയ്ക്കുമായിട്ട് നൽകണം. സർവശക്തനായ ദൈവം തമ്പുരാൻ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ കർത്താവുമായുള്ള ബന്ധത്തിൽ വളർത്തണം. we were all born as children of our parents, and they dedicated our life for the service of the Lord. That's the reason why we all remain here as the servants of the servant Lord. So if God select you as persons to nurture a generation for God's glory, particularly for the ministry, definitely you show your willingness to serve the Lord and to work for the Lord, and at the same time to offer your son or daughter to the Lord's service. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ഭക്തിയിലും ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. അതിന് you should have a very blessed family life. How can we nurture it? You should have a regular family prayer. There were 3 young men actually moved to Babylon as a part of their exilic living. As soon as they reached the courtyard and their room at the Babylonian palace, what they did was they just looked at the eastward direction and they just opened the door, opened the window, and they knelt down and prayed to God thrice a day. So this is my humble request for you. At least 2 times a day, you sit together, read the Bible together, and pray together. And that will help you to have a very fruitful and blessed family life by God's grace. ഇപ്രകാരം സർവശക്തനായ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവൻ നയിപ്പാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഈ ബഹുമാനപ്പെട്ട അച്ഛന്മാരെല്ലാവരുടെയും പേരിലും എൻ്റെ പേരിലും ബലഹീനനായ എൻ്റെ പേരിലും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം തമ്പുരാൻ അതിന് നിങ്ങളെ സഹായിക്കട്ടെ. Shall we all rise for the final benediction? ഇപ്പോൾ we have only one precious gift for us to give you. Actually, this is our token of our great love and respect to you, and of course, as a token of our participation in the great joy and the celebration of your wedding. So on behalf of the Sachins and all the committee members of this parish and all those who gathered here, I'm just offering this great and the precious gift of the Holy Bible to you. Definitely that will help you to lead a very fruitful and blessed family life. God bless you. Thank you. ആകാശവും ഭൂമിയും നിർമ്മിച്ച കർത്താവിനാൽ പ്രിയരെ, നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമാകുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം
ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തൻ്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. Here we have come to the close of the marriage service. Now as the choir sings their final song, Neil and Griffey, the new couple, the new family, will put their signatures in the marriage register and offer their first offerings. Two witnesses from each side. I found a love for me.
darling, just dive right in. Follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. But darling, just kiss me slow. Your heart is all I own, and in your eyes you're holding mine. Baby, I'm dancing in the dark with you between my arms, barefoot on the grass, or listening to our favorite song. I have faith in what I see. Now I know I have met an angel in person, and she looks perfect. I don't deserve this. You look perfect tonight. Heart beats fast, colors and promises. How to be brave? How can I love when I'm afraid to fall? But watching you stand alone, all of my doubt suddenly goes away somehow. One step
सांसों में बातों में रोशनी, सूरज की बाहों में अब है ये जिंदगी, कितने हैं सांसों में बातों में रोशनी, पाते हमें जिंदगी एक बार, क्यों न करे कोई हम इसका प्यार, जाने किसका है हमें इंतजार, कि जिंदगी यही है और यही, सूरज की बाहों में अब है ये जिंदगी, कितने हैं सांसों में बातों में रोशनी, सूरज की बाहों में अब है ये जिंदगी, कितने हैं सांसों में बातों में रोशनी, सूरज की अब है ये, कितने हैं सांसों में बातों में रोशनी, बरस रही है एक खुशी हर कहीं। Okay, before we begin, we always give thanks to the Creator who has brought us together here. And I've invited Reverend Tom, who's come all the way from Washi, to please come up on the stage and lead us with the prayers. So while we have Reverend who's going to lead us with the prayers, may I request every one of you to please stand up and let's have silence, please. Shall we pray? Lord, our gracious, loving Father, we thank you for all the blessings that you have given us in our life. We thank you for this wonderful evening, and we praise you for the life of Neil and Griffey as they unite together by your grace. Thank you for blessing the holy matrimony service. Thank you for being with them. Lord, help them to lead a wonderful and meaningful and a blessed family life. As they begin their life with you, Lord, guide them, be with them, and bless them with immense blessings. We pray for both the families. Lord, guide them throughout their life. Lord, the family members, the relatives, friends, neighbors, and all dear ones who have gathered here, we thank you for their wonderful and meaningful presence. Lord, by our presence, these your children may be blessed throughout their life. Thank you for this evening. Thank you for this reception. Lord, help and lead each one of us to be your children and help us to overcome all the hurdles in our life with you, as you are our Father, our Sustainer, and our Creator. Help us to realize your presence in our life. Be with this evening. Guide us, help us, and shower your Holy Spirit upon us. In Jesus' most precious name we pray. Amen. Thank you, Reverend. Thank you very much indeed. And now may I request the mothers to please come up.
have the mothers of this wonderful pair of Neil and Graffy. They'll be sharing the cup of milk while Merita will be feeding Graffy, I think. There is so much love in that cup of milk, no? Yeah, that's nice. These are the mothers. And that's why they're called mothers. You know that? They spread God's love, and through God's love comes to you. Thank you, Merita. Thank you, Mama. Thank you very much. And now I want both of you to please come up here. We require the family members to stay on the top, please. Merita, Mr. Suni. And let me have your eyes up right up on the stage. You can see the beautiful cake out here. And then naturally we have Neil and Graffy all set to begin their life with mastering of slicing the cake out here. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. I was afraid that maybe you thought you were above me, that I was only fooling myself to think you'd love me. But then tonight you said you couldn't live without me. Then round about me you wanted to stay. Congratulations and celebrations when I tell everyone that you're in love with me. Well, ladies and gentlemen, it's my pleasure to introduce to each one of you out here Neil Suni Matthews, a distinguished individual hailing from the vibrant city of Mumbai. Born and raised in this bustling metropolis, Neil has woven the tapestry of his life with a rich blend of education, academic journey, reflects his commitment to excellence. He completed his schooling and college education in Mumbai, culminating in the attainment of a degree in law, that is LLB. Presently, he serves in a professional capacity in the Kingdom of Bahrain, contributing his expertise of the global landscape. The roots of Neil's family tree are firmly planted in Mumbai, where both of his parents have deep-seated connections. His father, Mr. Suni Matthews, is a distinguished member of the Kalikal family from Patantitta, currently holding the esteemed position of Joint Commissioner of Income Tax in Mumbai. Complementing this, Neil's mother, Ms. Merita Suni, serves as a superintendent of GST, adding to the family's legacy of public service. Neil's familial ties extend to his younger brother, Ashil Suni Matthews, who is currently pursuing his master's in the business analytics in Australia, showcasing
the family's dedication to education and professional growth. On the maternal side, Neil's grandparents, Mrs. and Mr. Thomas Matthew, are devout members of the Chembur Mar Thoma Church, contributing to the spiritual fabric of their community. On the paternal side, Neil's grandmother, Amini Matthew, is associated with the Mulund Mar Thoma Church, further emphasizing the family's commitment to their faith and traditions. In conclusion, Neil Suni Matthews emerges as a well-rounded individual, seamlessly blending his Mumbai upbringing, educational pursuits, and professional endeavors with the strong bonds of family and cultural heritage. His story is one of resilience, accomplishment, and a testament to the values instilled by his family and upbringing. I now move on to this beautiful, charming bride with a lovely smile. Keep that smile on. It shows that you are really married now. The radiant bride, Grafi Matthew, a talented SAP SD associate consultant at Capgemini, whose professional prowess is as impressive as a warm and gracious personality. Grafi earned her bachelor's in engineering, a testament to her commitment to academic excellence and a passion for the ever-evolving field of technology. Currently, she excels as an SAP SD Associate Consultant at Capgemini, showcasing her expertise in the intricacies of software and business processes. Born and raised in the Pitches region of Tumpam North, Chinirkara, Pantamtita, Grafi is the beloved daughter of Mr. Matthews Abraham, a respected civil contractor at BRC, and Mrs. Annamma Matthew, a dedicated homemaker. The family is known for its strong work ethic and close-knit bonds. Grafi's elder sister, Grace Matthews, adds to the family's list of achievements as a senior executive HR of Cognizant. Grace's success is complemented by her husband, Joel Verghese, an accomplished executive in projects and engineering at NGL Finecap Limited. Together, they form a family that values both professional excellence and familial support. Ladies and gentlemen, we have this wonderful family of Grafis bringing with her the rich cultural heritage and the values of her roots. As we celebrate the union of Grafi with Neil, let us recognize not only the accomplishments of this bride, but also the strength and love that emanate from a close-knit family. Yes, to a future filled with joy, success, and enduring happiness to you, Grafi and Neil. Well, I now invite to add to that touch of my introduction, to raise a toast, to voice your thoughts, to wish for this wonderful bridal couple, Mrs. Beena. Thank you, Joe, Mr. Joy. Good evening, friends. Good evening, friends and family. Thank you on behalf of the bride and the groom and my cousin Merita, Suni, Ashel, and Mr. and Mrs. Abraham and family for coming here and wishing the couple all the best. I am here, I'm supposed to raise a toast, but it is not raising a toast in the conventional terms, I would say, because you just witnessed, many of us witnessed the holy matrimony of Neil and Grafi in the church, blessed by our bishop and the urchins in the church. So God has united them, and we are here all to bless them. So raising a toast, it would be whatever you get will be pure fruit juice, nothing else. And we are here to raise a toast and have a piece of cake and wish the couple well. And I'm going to raise the toast in a different way. By the way, let me introduce myself. I am Neil's auntie,
Dr. Beena Thomas Emeritus, first cousin. And it is my pleasure and privilege to raise this toast. In a different way, I want all of you, I don't have a glass with me, so if it had a glass of fruit juice, I would have raised it just now. And I want all of you to repeat after me. This is our wish for this beautiful couple for throughout their life. Okay? Will you raise your voice and repeat after me the wishes? Okay, here goes. We wish the couple love. Repeat after me. Love, joy, peace, patience, goodwill, gentleness, kindness, faithfulness, and self-control. We wish you, Neil and Graffy, all these wishes, the fruit of the Spirit as given in the book of Galatians. These are our wishes for you throughout the life. And these are the two families and extended families all joined together, and all the friends and relatives and everybody gathered over here. This is what we wish you, so we can drink to the goodness of Neil and Graffy. This is my pleasure and privilege. Thank you very much. Okay. After the wonderful words that are spoken by Beena, we'll just invite this wonderful couple to say a few words to reply to the toast. Who's going to start first? The ladies first or you? Acha, okay. Ladies and gentlemen, family and friends, thank you for joining us on this beautiful day. I stand here feeling incredibly grateful for the love and support shown to Graffy and me. To our parents, thank you for your endless love, guidance, and for shaping us into who we are today. To our friends and family, your presence here means the world to us. Your support, encouragement, and love has been overwhelming. We are truly blessed to have each and every one of you in our lives. A heartfelt thank you to Tirumeni and all the Achins. We are honored to have them to appreciate our union. Thank you for blessing us with your presence and making this day even more special. Thank you, dear officers from Parents Department, for taking the time out and gracing this occasion with your presence. Thank you to everyone who has contributed to making this day so special, from the choreographers, musicians, decorators, caterers, and all the others who have contributed in the planning of the small details. Your efforts are deeply appreciated. Thank you once again for being a part of this unforgettable day. Cheers to love, happiness, and new beginnings. We are indeed thankful to the good Lord for these our blessings. Thank you. Let us pray. Gracious, loving Father, we glorify you for this beautiful moment. Oh Lord Jesus, thank you for uniting our dear Neil and Graffy today through the holy matrimony. And in this evening, Lord Jesus, thank you for helping us to celebrate their marriage. Lord, now give us all your blessings, enrich us within this kind of merriment and all the joy that we celebrate here. And we glorify you for all the good feast, the food and drink all served here. Bless all those things, Lord. Bless the food and bless each one of us. Now we once again pray for the family. Bless the family, Lord. Help them to grow in good faith and good acceptance. And help them to have a very beautiful family life so that they be a good example to many other families. We pray for the dear ones, their parents, the grandparents, and all the dear ones assembled here, and all the friends, relatives, neighbors. Bless each one of us, Lord. Thank you for this beautiful time. Help us to glorify you for all this kind of attachment and the
good fellowship that we receive here. Everything we ask in the name of our Lord and Savior Jesus Christ. Amen. Thank you, Reverend.